മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 371 എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട കാംഫറിനോട് ചേർന്ന് നിൽക്കുന്ന സമാനതയുള്ള ഒരു ഔഷധം കുപ്ര മെറ്റാലിക്കം, ലോഹരൂപത്തിലുള്ള ചെമ്പ്. അപസ്മാരം, കോളറ, വില്ലഞ്ചുമ തുടങ്ങിയ പല വളരെ രൂക്ഷമായ രോഗാവസ്ഥകളിലും ഒരു ജീവൻ രക്ഷാൌഷധമായി ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കുപ്ര മെറ്റാലിക്കത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് വിജയകരമായ പ്രാക്ടീസിന് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ കെൻ്റ് വളരെ മനോഹരമായിട്ട് അതിൻ്റെ തനത് സ്വഭാവം എടുത്തു പറയുന്നുണ്ട്. നമുക്കത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ ശ്രമിക്കാം. കുപ്രം ഈസ് പ്രീ എമിനൻ്റ്ലി എ കൺവൾസീവ് മെഡിസിൻ. ഓപ്പണിംഗ് സെൻറ്റൻസ് തന്നെയാണ് അത്. പ്രധാനവുമായി അത് വലിച്ചുകോച്ചലുകൾ, കൺവൾസീവ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. പ്രധാനവുമായി അത് അത്തരം വലിച്ചുകോച്ചലുകൾ ആണ് അതിൻ്റെ ഒരു മുഖമുദ്ര തന്നെ, അതിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അത് ആളിങ്ങനെ വളഞ്ഞ്, വില്ലഞ്ചുമ അതിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ വളഞ്ഞു കുത്തും ചിലപ്പോൾ. ദ കൺവൾസീവ് ടെൻഡൻസി അസോസിയേറ്റ് ഇറ്റ്സെൽഫ് വിത്ത് ഓൾമോസ്റ്റ് എവറി കംപ്ലൈൻറ്റ് ദാറ്റ് കുപ്രം ക്രിയേറ്റ്സ് ആൻഡ് ക്യൂവേഴ്സ്. പ്രൂവിങ്ങിൽ കുപ്രം മെറ്റാലിക്കം പ്രകടിപ്പിക്കുന്നതും ട്രീറ്റ്മെൻറ്റിൽ അത് സൗഖ്യപ്പെടുത്തുന്നതുമായ ഒട്ടുമിക്ക ലക്ഷണങ്ങളോട് ചേർന്നും ഈ വലിച്ചുകോച്ചൽ എന്നുള്ള സംഭവം വരും. അപ്പോൾ അതതിൻ്റെ ഒരു പൊതു സ്വഭാവം, ഒരു സ്ട്രോങ് ജനറാലിറ്റിയാണത്. ഇറ്റ് ഹാസ് കൺവേർഷൻസ് ഇൻ എവരി ഡിഗ്രി ഓഫ് വയലൻസ്. ആ രൂക്ഷതയുടെ ഓരോ തലത്തിലും, രൂക്ഷത കുറഞ്ഞത്, ഇടത്തരം, അങ്ങേയറ്റം രൂക്ഷതയുള്ളത്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള വലിച്ചുകോച്ചൽ, കൺവൾഷൻസ്, അനിയന്ത്രിത ചലനങ്ങൾ ഇതിലുണ്ട്. ഫ്രം ദ മിയർ ട്വിച്ചിങ് ഓഫ് ലിറ്റിൽ മസിൽസ്, ചിലപ്പോൾ ഒരു പേശിയുടെ ചെറിയൊരു മിടിപ്പാകാം, ആൻഡ് ഓഫ് സിംഗിൾ മസിൽസ് ടു കൺവൾഷൻസ് ഓഫ് ഓൾ ദ മസിൽസ് ഓഫ് ദ ബോഡി. അത് മുതൽ ശരീരത്തിലെ എല്ലാ പേശികളും, സർവ്വപേശികളും അനിയന്ത്രിതമായി വലിച്ചു കോച്ചുന്നൊരവസ്ഥയിലേക്ക് പോകാം. അങ്ങനത്തെ അവസ്ഥയും കുപ്രം മെറ്റാലിക്കം കവർ ചെയ്യും. വെൻ ദീസ് ആർ കമ്മിങ് ഓൺ ദ ഏർലിയസ്റ്റ് ത്രട്ടനിങ് ആർ ഡ്രോയിങ് ഇൻ ദ ഫിംഗേഴ്സ്, ക്ലഞ്ചിങ് ഓഫ് ദ തംസ് ഓർ ട്വിച്ചിങ് ഓഫ് ദ മസിൽസ്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുന്നതിൻ്റെ ഒരു ആരംഭമുണ്ട്, തുടക്കം. നമ്മളൊരു പ്രശ്നത്തെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത് അനിവാര്യമാണ്. അത് നമ്മൾ ഒരവസരം കണ്ടല്ലോ. ഇവിടെ എന്ന് വെച്ചാൽ വിരലുകൾ, തള്ളവിരൽ മടക്കിയിട്ട് മറ്റു വിരലിൽ ഇങ്ങനെ പിടിക്കുക, ആ ഒരവസ്ഥ. പിന്നെ ഒറ്റ പേശികളുടെ വലിച്ചു കോച്ചലുകൾ, അതാണ് അതിൻ്റെ തുടക്കം. അപ്പം ഇത് പറയുമ്പോൾ തന്നെ, ഞാനിത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അപസ്മാരത്തിൻ്റെ അവസ്ഥയാണ് വന്നത്. നിങ്ങൾക്കത് കണ്ടിട്ടോന്നറിയില്ല, പണ്ടൊക്കെ അപസ്മാരം പല ആളുകൾക്കും ഉണ്ട്. വീടുകളിലൊക്കെ വെച്ചൊക്കെ സംഭവിക്കും, പരിപാടി വെച്ച് സംഭവിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും. ചിലർ ചികിത്സ ചെയ്യും, ചിലർ ചെയ്യില്ല. അങ്ങനെയൊക്കെ പിന്നെ ചില അന്ധവിശ്വാസങ്ങൾ, ഇരുമ്പ് പിടിപ്പിക്കുക കയ്യിൽ, അങ്ങനെയൊക്കെ. ഇപ്പോൾ അവരിലൊക്കെ ഞാൻ കണ്ടത് ഈ കൈ ഈ താക്കോൽ ഇവിടെ പിടിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ ചെയ്യുന്നത്, വീട്ടിലിപ്പോൾ താക്കോൽ ഉണ്ടാവുമല്ലോ, ഒരു ഇരുമ്പ് സാധനം എന്ന രീതിയിൽ ഉടനെ അലമാരിയുടെ താക്കോൽ കൊണ്ടുവന്നിട്ട് പിടിപ്പിക്കാൻ നോക്കിയിട്ട് ഇവരുടെ കൈ നിവർത്തണ്ടേ. കൈ നിവർത്തിയാലല്ലേ വളരെ ബലപ്പെടുത്താൻ കൈ നിവർത്തിയിട്ട് താക്കോൽ പിടിപ്പിച്ചു. അത് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കൺവൾഷൻസ് മാറും, എന്നിട്ട് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തുടക്കം. മുഷ്ടി ഇങ്ങനെ ചുരുട്ടി തള്ളവിരലകത്തായിട്ടോ തള്ളവിരൽ മാത്രമായിട്ടോ അങ്ങനെ പിടിക്കുക. പിന്നെ മസിൽസിൻ്റെ, പേശികളുടെയൊക്കെ അനിയന്ത്രിത ചലനം, അങ്ങനെയുള്ള അവസ്ഥകൾ. ഇറ്റ് ഹാസ് ട്വിച്ചിങ്, ക്യൂറിങ്, ട്രംബ്ലിങ് ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ ടോണിക് കോൺട്രാക്ഷൻസ് സോ ദാറ്റ് ദ ഹാൻഡ്സ് ആർ ക്ലോസ്ഡ് വയലൻ്റ്ലി. അപ്പോൾ എല്ലാ തരത്തിലുള്ള വലിച്ചുകോച്ചലുകൾ, ക്യൂറിങ്, വിറയലുകൾ, ആട്ടം, വിറയൽ, ഇപ്പം എല്ലാം ഉണ്ടതിൽ. വലിച്ചുകോച്ചലിൽ നമ്മൾ നേരത്തെ പല ഔഷധം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആടി പോവുക, വിറയ്ക്കുക, വലിച്ചുകോച്ചലിന് തുടർച്ചയായിട്ട് നിൽക്കുക, ടോണിക് കണ്ടീഷൻ. അപ്പോൾ കൈകളിങ്ങനെ വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കും. അതിങ്ങനെ ദീർഘനേരവും അങ്ങനെ നിൽക്കാം. ഇൻ ദിസ് കണ്ടീഷൻ ദ തംസ് ആർ ഫസ്റ്റ് അഫക്റ്റഡ്. തള്ളവിരലാണ് ആദ്യം ബാധിക്കുന്നത് ഇത്തരം കണ്ടീഷനിൽ. ഈ കൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തള്ളവിരൽ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ബലമായിട്ടിരിക്കും. ദേ ആർ ഡ്രോൺ ഇൻ ടു ദ പാംസ് ആൻഡ് ഇൻ ദ ഫിംഗേഴ്സ് ക്ലോസ് ഡൗൺ ഓവർ ദം വിത്ത് ഗ്രേറ്റ് വയലൻസ്. അപ്പോൾ തള്ളവിരലെ ചുറ്റി മറ്റു വിരലിൽ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയ പോലെ, അങ്ങനെ സാധാരണ മുഷ്ടി വരുമ്പോൾ തള്ളവിരൽ പുറത്തായിരിക്കും, ഇത് തള്ളവിരൽ അകത്തായിട്ട് ചുറ്റും. കാരണം ആദ്യം തള്ളവിരലിനത് ബാധിക്കുന്നു.
In the fingers and toes and in the extremities, the spasmodic condition increases and extends until the limbs are in a state of great exhaustion. ഇത് കൈകൾ മാത്രമല്ല, കാലിലും വരാം, കാലിൻ്റെ വിരലിലും അങ്ങനെ വരാം, കാലിൻ്റെ വിരലും അങ്ങനെ മടങ്ങിപ്പോയിരിക്കാം. അവസാനം അങ്ങനെ വന്നിട്ട് ഈ കൈകാലുകളൊക്കെ ഇങ്ങനെ തളർന്നു പോകും. ഇത്രയും വല്ലാതെ ബലം പിടിച്ചാണല്ലോ അവരുടെ കൈ നിവർത്താൻ ശ്രമിക്കുന്നത് കണ്ടറിയാം അത്രത്തോളം അവരുടെ ഊർജ്ജം അതിനു വേണ്ടി ചിലവഴിക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പെല്ല് കഴിയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും തളർന്നു പോകും, കൈയും കാലും ഒക്കെ വല്ലാതെ തളർന്ന് ആവശ്യമായൊരവസ്ഥയിൽ വരും. ടോണിക് കോൺട്രാക്ഷൻസ്, ഈ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് നിൽക്കുന്ന വലിച്ചു കോച്ചലും ചുരുങ്ങലും ഒക്കെ, കൈകളും കാലുകളും ഒക്കെ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നു, തുടർച്ചയായിട്ട് നിൽക്കുന്നു. ദ ലിംസ് ബീങ് ഡ്രോൺ അപ്പ് വിത്ത് ഗ്രേറ്റ് വയലൻസ് ആൻഡ് ഇറ്റ് സീംസ് ആസ് ഇഫ് ദ ഫ്രെയിം വുഡ് ബി torn into pieces by the violent contractions of the muscles everywhere. അപ്പോൾ ഈ കൈകാലുകളിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഈ വലിച്ചുകോച്ചലിൻ്റെ രൂക്ഷത, ആ രൂക്ഷത കണ്ടാൽ തോന്നും ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞ് കീറിപ്പോകുന്ന രീതിയിൽ അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള ചുരുങ്ങലുകളും വലിച്ചു കോച്ചലുകളും ഒക്കെയാണ്. ഓഫൻ ദ കോൺട്രാക്ഷൻസ് അസ്യൂം എ ക്രോണിക് ഫോം വിത്ത് ജേർക്കിംഗ് ആൻഡ് ട്വിച്ചിങ്. പലപ്പോഴും ഇങ്ങനെ ഇടവിട്ട് വരാം, കുറച്ച് കയ്യിലൊന്നും പിന്നെ കാലിലൊന്നും ഇങ്ങനെ ഇടവിട്ട് വരാം, വലിച്ചു കോച്ചൽ വരാം, ചെറിയ ചലനങ്ങൾ, അനിയന്ത്രിതമായ ചെറിയ ചലനങ്ങൾ വരാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഡിഗ്രീസും എല്ലാ നിലവാരത്തിലും എല്ലാ രൂക്ഷതയിലും അത് വരുന്നുണ്ട്. കുപ്പർ ഹാസ് മെനി മെൻ്റൽ സിംറ്റംസ്. ഇറ്റ് എ ഗ്രേറ്റ് വെറൈറ്റി ഇൻ ഡെലിറിയം, ഇൻകൊഹറൻറ്റ് പ്രാറ്റ്ലിംഗ്, ടോക്കിംഗ് ഓഫ് ഓൾ സോർട്സ് ഓഫ് സബ്ജക്ട്സ് ഇൻകൊഹറൻ്റ്ലി. അപ്പോൾ ഈ ഡെലിറിയം മാനസിക ലക്ഷണങ്ങളിൽ പ്രധാനം വിഭ്രാന്തിയാണ്. ഇൻകൊഹറൻറ്റ് പ്രാറ്റ്ലിംഗ്, അതായത് പിച്ചും പേയും പറയാന്ന് പറയില്ലേ, പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പുലമ്പുക, പല വിഷയങ്ങളെക്കുറിച്ച്, പരസ്പര ബന്ധമില്ലാതെ പല വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ് ഹാസ് പ്രൊഡ്യൂസ്ഡ് എ വെറൈറ്റി ഓഫ് മെൻ്റൽ സിംറ്റംസ്. എന്തൊക്കെയാണ്? ഡെലിറിയം, ഇൻകൊഹറൻസി ഓഫ് സ്പീച്ച്, ലോസ് ഓഫ് മെമ്മറി. അപ്പോൾ വിഭ്രാന്തി, സംസാരത്തിലെ പരസ്പര ബന്ധമില്ലായ്മ, പുലമ്പൽ, പിന്നെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലും ഞങ്ങളുടെ അയൽവക്കത്ത് അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടതാണ്. അവർക്ക് അപ്പം എന്ത് സംഭവിച്ചതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയുമില്ല, ഓർമ്മ പോയി. അവർക്ക് പൊതുവേ ഓർമ്മയുടെ കുറവ് അതുമുണ്ട്. ഡ്യൂറിങ് ഇറ്റ്സ് ഡിഫറെൻറ്റ് കംപ്ലയിൻറ്റ്സ് സച്ച് ആസ് കോളറ, സം ഫോംസ് ഓഫ് ഫീവർ, ദ പ്യൂർപ്പറൽ സ്റ്റേറ്റ്, dysmenorrhea, congestion of brain, etc., there is delirium, unconsciousness and jerking and twitching of muscles. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, വിഭ്രാന്തി, ബോധക്കേട്, പേശികൾ, വലിച്ചുകോച്ചലുകൾ, വിറയലൊക്കെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് വരുന്നത്? കോളറയിൽ വരാം, ചിലതരം പനികളിൽ വരാം, പ്രസവാനന്തര അവസ്ഥയിൽ, പ്രസവാനന്തരം ഒരു 1.5 മാസം പലതരം പ്രയാസങ്ങളുണ്ടാവാം, ആ അവസ്ഥയിൽ വരാം. ആർത്തവമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന വലിച്ചുകോച്ചലുകൾ അതിൽ വരാം. തലച്ചോറിലുണ്ടാകുന്ന വിങ്ങലും അവിടെയും ഉണ്ടാകുന്ന വീക്കവും അവിടെയും വരാം. തലച്ചോറിന് വീക്കം എന്ന് പറയുമ്പോൾ പലതരം പേരുകളിൽ ബ്രെയിൻ ഫീവർ, അങ്ങനെ പല പേരുകളിലൊക്കെ വരുമല്ലോ, ഇത്തരം അവസ്ഥകളിലൊക്കെ വരാം. വളരെ ആളുകളെ പേടിപ്പിക്കുന്ന ഒരവസ്ഥ. ദ ഐസ് റോൾ ഇൻ വേരിയസ് ഡയറക്ഷൻസ്. കണ്ണിങ്ങനെ കടന്ന് മേലേക്കും കീഴേക്കും മറിയും, 2 വശത്തേക്കും പോകും, ഉള്ളിലേക്ക് വലിയും, പുറത്തേക്ക് തള്ളും, എല്ലാ തരത്തിലും അത് വരാം. ബട്ട് കോമൺലി അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഓർ അപ്വേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ്. മേലേക്ക് കീഴേക്ക്, പുറത്തേക്ക് തള്ളൽ, ഉള്ളിലേക്ക് വലിയൽ. അപ്പോൾ അത് കണ്ടാൽ നമ്മൾ പേടിച്ചു മാത്രം അവസ്ഥകൾ. ദർ ഇസ് ബ്ലീഡിങ് ഫ്രം ദ നോസ് ആൻഡ് ദ വിഷൻ ഈസ് ഡിസ്റ്റർബ്ഡ്. മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാം, കാഴ്ചയെ ബാധിക്കാം, കാഴ്ച സംബന്ധമായ പ്രശ്നം ഉണ്ടാകാം. Between the convulsive attacks, there is incoherent talk, delirium, during which the patient is spiteful, violent, weeping or shrieking. അപ്പോൾ ഈ വലിച്ചുകോച്ചലുകളുടെ പല സ്പെല്ലുകൾ, അതിൻ്റെ ഇടവേളയിൽ എന്ത് സംഭവിക്കുന്നു? പരസ്പര ബന്ധമില്ലാതെ പുലമ്പൽ വരാം, വിഭ്രാന്തി വരാം, വല്ല അക്രമാസക്തനാകാം. സ്പൈറ്റ്ഫുൾ ആൻഡ് വയലൻറ്റ്, രണ്ടും ഒരു അക്രമാസക്തി അങ്ങനെ വരാം. പിന്നെ നേരെ തിരിച്ച് ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട്, ചീറിക്കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാം. ഇത്തരം അവസ്ഥകളിൽ ഇടവേളകളിലാണ്. ബാക്കി സമയങ്ങളിൽ ഇത്തരം അനിയന്ത്രിത വലിച്ചുകോച്ചലുകൾ. ദേ ഗോ ഇൻ ടു കൺവൾഷൻസ് വിത്ത് എ ഷ്രീക്ക്. പെട്ടെന്നിങ്ങോട്ട് വല്ലാതെ കരഞ്ഞുകൊണ്ട്
വലിച്ചു കോച്ചലുകൾ ആരംഭിക്കുന്നു. അങ്ങനത്തെ ഒരവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് പണ്ട് ഇതൊക്കെ പ്രേതബാധ, ഭൂതഭേദ, പിശാചുബാധ എന്നൊക്കെ പറയുന്ന സാഹചര്യം. അപ്പോൾ അതിനാണ് ഇരുമ്പൊക്കെ കൊടുക്കുന്നത്. ഇരുമ്പ് കൊടുക്കുമ്പോൾ പിശാച് പോകും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കണ്ണുകളുടെ ഉരുട്ടൽ ഇതൊക്കെ കാണുമ്പോഴേക്കും ഇതൊക്കെ എന്തോ പ്രേതകഥകളിലെ കഥാപാത്രങ്ങൾ പോലെ തോന്നും. പക്ഷെ ഇതൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് അത്തരം അവസ്ഥകളിൽ കണ്ട് ഒട്ടുമിക്കതിനും തന്നെ ഈ കരച്ചിൽ വേറൊരു അവസ്ഥയിൽ ഒരു പ്രോവർബ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇൻ വൺ പ്ലേസ് ഇറ്റ് ഈസ് സ്പോക്കൺ ഓഫ് ആസ് ബിലോയിങ് ഓഫ് എ കാഫ്. പശുക്കിടാവ് കരയുന്നത് പോലെ ഒരു പ്രോവർബ് പറഞ്ഞു. അപ്പം അങ്ങനെയും വരാം ഈ ഷ്രീക്കിങ്, ചീറിക്കരയിൽ. ദിസ് ഡ്രഗ് ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ ഗ്രൂപ്പ് ഓഫ് സ്പാസംസ് ഫോളോഡ് ബൈ ദ അപ്പിയറൻസ് ആസ് ഇഫ് ദ പേഷ്യൻ്റ് വർ ഡെഡ്. ഇതാണ് മറ്റൊരവസ്ഥ. ഈ വലിച്ചുപോച്ചലൊക്കെ വന്നു, അത് കഴിഞ്ഞ് രോഗി ചത്ത പോലെ കിടക്കും. ഇങ്ങനത്തെ ഒരു കേസ് ഗുജറാത്തിലെ ഒരു ഉൾഗ്രാമത്തിൽ വെച്ച് ബാബുചേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ കേസ് ബാബുചേട്ടൻ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. ഓറിൻ്റെ സ്റ്റേറ്റ് ഓഫ് എക്സസി, അപ്പോൾ ചത്തവ കിടക്കാം, അല്ലെങ്കിൽ ഒരു ഉന്മാദാവസ്ഥ, അങ്ങനെയും വരാം. വലിച്ചു കോച്ചലുകൾ വന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഒന്നെങ്കിൽ ചത്തവ കിടക്കാം, അല്ലെങ്കിൽ ഉന്മാദാവസ്ഥ, അങ്ങനെയും വരാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അതാണ് ആദ്യം പറഞ്ഞത് പ്രീ എമിനൻ്റ്ലി കൺവൾസീവ് റെമഡി എന്ന് പറഞ്ഞത്. അതിൻ്റെ എല്ലാ അവസ്ഥകളെയും കുപ്രം കവർ ചെയ്യുന്നുണ്ട്. Convulsive conditions sometimes terminate in a state of stasis, during which the mind ceases to act and the muscles remain quiet or only cure. അപ്പോൾ ഇനി മറ്റൊരു തരം ഒരു നിർജീവാവസ്ഥ, ഒരു നിശ്ചലാവസ്ഥ, സ്റ്റാസിസ്, ഒരു ഇനാക്ടിവിറ്റിയുടെ അവസ്ഥ, ഒരു ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാം ഈ വലിച്ചു കോച്ചൽ കഴിഞ്ഞിട്ട്. അവിടെ എന്താ, മനസ്സ് പ്രവർത്തിക്കുന്നില്ല, മാനസികമായ പ്രവർത്തനങ്ങളില്ല, ശരീരത്തിലെ പേശികൾ ഒന്നുകിൽ പ്രവർത്തിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആടാം, ആളിങ്ങനെ കൈകാലുകൾ ഇങ്ങനെ ആടാം, ക്യൂറിങ് സംഭവിക്കാം. ദിസ് ഈസ് ഓഫൺ വൺ ഓഫ് ദ ലീഡിങ് ഫീച്ചേഴ്സ് ഓഫ് വൂപ്പിംഗ് കോഫ് വെൻ കുപ്രം ഈസ് ഇൻഡിക്കേറ്റഡ്. നമ്മൾ വില്ലൻ ചുമ എന്നുള്ള പ്രശ്നത്തിൽ ഈ ഒരവസ്ഥ പലപ്പോഴും വരും. എത്രയോ കുട്ടികൾ ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ടെന്നറിയാം. എൻ്റെ കുട്ടികൾക്കും ചെറുപ്പത്തിൽ അത് വന്നിട്ടുള്ളതാണ്. ഹോമിയോപ്പതി ചികിത്സയിലൂടെ തന്നെ അത് മാറിപ്പോയി. അപ്പോൾ കുപ്രം ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഇതേപോലെയുള്ള ആട്ടവും വലിച്ചു കോച്ചലുകളും ഒക്കെ ഈ വില്ലൻ ചുമയോടൊപ്പം വരാം. ടു ബ്രിങ് ഇറ്റ് ഡൗൺ ടു ദ ലാംഗ്വേജ് ഓഫ് ദ മദർ. ഇനി ഒരു അമ്മയുടെ വാക്കുകളിൽ, കുട്ടിയുടെ ലക്ഷണം ഏറ്റവും ഭംഗിയായിട്ട് പറയുന്ന അമ്മയാണല്ലോ. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് വിച്ച് ഷീ ഗിവ്സ് ഓഫ് ലിറ്റിൽ വൺ വെൻ വിൽ പ്രോബബ്ലി മേക്ക് യു റിമെമ്പർ ഇറ്റ് ബെറ്റർ ദാൻ ഇഫ് ഐ യൂസ് ദ ടെക്സ്റ്റ്. അതായത് ഞാൻ ഇപ്പോൾ ക്ലാസ്സാണല്ലോ, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സാണല്ലോ എൻ്റേത്. ക്ലാസ്സിൽ മെറ്റീരിയൽ പഠിക്കുക, പ്രൂവിങ്സിൻ്റെ ടെക്സ്റ്റ് ഉദ്ധരിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയെക്കുറിച്ച് അമ്മ പറയുന്ന വാക്കുകൾ, അതാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. കോമൺ ലാംഗ്വേജ്. ഷീ സേസ് ദാറ്റ് വെൻ ദ ചൈൽഡ് ഈസ് സൈസ്ഡ് വിത്ത് എ സ്പെൽ ഓഫ് വയലന്റ് വൂപ്പിംഗ് കോഫ്, അതായത് വല്ലാതെയുള്ള വില്ലൻ ചുമയുടെ ഒരു തുടർച്ച, ഇങ്ങനെ കുറേ ചുമച്ച് ആളിങ്ങനെ വളയും, അതാണല്ലോ വില്ലൻ ചുമ, അല്ലെങ്കിൽ നിലങ്കാര ചുമ, അങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദ ഫേസ് ബിക്കം ലിവിഡ് ഓർ ബ്ലൂ, the fingernails become discolored, the eyes are turned up, the child coughs until it loses its breath. അതായത് ഒന്നെങ്കിലും വല്ലാതെ ഇങ്ങനെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ കോപാകുലമായ, ഒരു കോപമൊന്നുമില്ല, അവരുടെ മുഖം അങ്ങനെയാണ്. മുഖത്തിൻ്റെ ഒരു ഭാവമാറ്റം കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുന്നതുപോലെ, അല്ലെങ്കിൽ നീല നിറം വരാം. വിരലുകളുടെ നഖങ്ങൾ നിറം മാറാം, അതും പലപ്പോഴും നീലപ്പാൻ വരുന്നത്. കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു പോവുക, കണ്ണ് മറിഞ്ഞു പോയെന്നുകൊണ്ട് പറയും, കണ്ണ് മേലേക്ക് പോകും. ചുമച്ച് അവസാനം ശ്വാസം കിട്ടുന്നില്ല, കുട്ടി മരിച്ചു പോയോ എന്ന് ഭയപ്പെടും. അങ്ങനത്തെ ഒരവസ്ഥ. ഇനി ഒരിക്കലും ഈ കുട്ടി ശ്വസിക്കില്ല. ബട്ട് വിത്ത് വയലന്റ് സ്പാസ്മോഡിക് ആക്ഷൻ ഇൻ ഇറ്റ്സ് ബ്രീത്തിങ്, ദ ചൈൽഡ് ഫ്രം ഷോർട്ടസ്റ്റ് ബ്രീത്ത് കം ടു ഇറ്റ്സെൽഫ് അഗെയിൻ ജസ്റ്റ് ആസ് ഇഫ് ബ്രോട്ട് ബാക്ക് ടു ലൈഫ്. അപ്പം അങ്ങനെ നിന്നിട്ട് ആൾ പിന്നെയും പതുക്കെ കുറേശ്ശെ ശ്വാസം എടുത്ത് ആ കുട്ടി തനിയെ ശ്വാസം കിട്ടുന്നൊരവസ്ഥയ്ക്ക് വരും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കൂട്ടുകാരൻ ബാബുചേട്ടനെ വിളിപ്പിച്ചത്. അടിയന്തരമായിട്ട് ബാബുചേട്ടൻ ലീവ് എടുത്ത് പോവുകയും ചെയ്തത് കുറേ ഗ്രാമത്തിലേക്ക്. അപ്പോൾ ആ അവസ്ഥ പറഞ്ഞപ്പോഴേക്കും അവരുടെ ഓഫീസർ, കമാൻഡർ അവരുടെ മിലിറ്ററി ജീപ്പ് വിട്ടു കൊടുത്തു. ആ കുട്ടി മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് വരുന്നത്. ഇയാൾ സുഹൃത്ത് സൈക്കിളിന് അവിടെ നിന്ന് പാഞ്ഞ് വരികയും ചെയ്തത്. തിരിച്ച് ജീപ്പിന് പോയി. ബാബുചേട്ടൻ കേസ് എടുത്തു. കണ്ടപ്പോഴേക്കും മറ്റൊരു മൊഡാലിറ്റി കൂടി ഇനി വരുന്ന കൂടി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. കൃത്യം കുപ്രം കേസായിരുന്നു. കുറച്ച് മരുന്നുകൾ കൈ കരുതിയിട്ട് ബാബുചേട്ടൻ പോയത്. ഈ അവസരം കുപ്രം അടക്കം പോയിട്ട്
ഒരു ഡോസ് കൊടുത്തു, കുട്ടി സോപ്പിടുകയും ചെയ്തു. പിന്നീട് ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നെന്ന് തോന്നുന്നു. കുട്ടിക്ക് പിന്നീട് ആ പ്രശ്നം വന്നില്ല. യു ഹാവ് ഹിയർ ഓൾ ദ വയലന്റ് ഫീച്ചേഴ്സ് ഓഫ് എ കൺവൾസീവ് വൂപ്പിംഗ് ഓഫ് ആ ഒരു വലിച്ചു കോച്ചലോട് കൂടിയ ആ വില്ലൻ ചുമ, ആ ഒരവസ്ഥയിൽ. ഇൻ അഡീഷൻ ടു വാട്ട് ദ മദർ സെയ്സ് യു മേ ഓൾസോ ഒബ്സർവ് എ ഫ്യൂ തിങ്സ്. അമ്മ പറയുന്ന കൂടാതെ ചില കാര്യങ്ങളോട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ദ വോൾ മേക്കപ്പ് ഓഫ് സച്ച് എ കേസ്, ഇറ്റ്സ് വോൾ നേച്ചർ ഷോസ് ദാറ്റ് ഇറ്റ്സ് എ കുപ്രം വൂപ്പിംഗ് ഓഫ്. അത് കണ്ടാൽ കുപ്രം വൂപ്പിംഗ് ഓഫ് ആണെന്ന് എനിക്ക് മനസ്സിലാവും. അമ്മ എല്ലാം പറയില്ല, കുട്ടി മരിക്കാൻ പോയി എന്നേ അമ്മ പറയുള്ളൂ. ഇഫ് ദ മദർ ക്യാൻ ഗെറ്റ് ദർ ക്വിക്ലി ഇനഫ് വിത്ത് എ ലിറ്റിൽ കോൾഡ് വാട്ടർ ഷി വിൽ സ്റ്റോപ്പ് ദ കോഫ്. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ചുമന്ന് നിർത്തും. ആ തണുപ്പ് കൊണ്ടുള്ള അമ്യൂളറേഷനാണ്, ആ ഒരു മൊഡാലിറ്റിയാണ് പറഞ്ഞു വരുന്നത്. കോൾഡ് വാട്ടർ എസ്പെഷ്യലി വിൽ റിലീവ് ദ സ്പാസം. തണുത്ത വെള്ളം ഈ വലിച്ചു കോച്ചലിന് ആശ്വാസം കൊടുക്കും. തണുത്ത വെള്ളം തളിക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഈ പരിപാടിയൊക്കെ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പിന്നെ സീഷർ വന്നിങ്ങനെ കിടക്കുമ്പോൾ അവസ്മാരം വന്ന് ഒരു ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽ അവരൊരു പാചകക്കാരി കൂടിയായിരുന്നു. വീട്ടിലെ ഏതൊരു ചടങ്ങിന് എൻ്റെ ഇളയച്ചൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടത് അതിൻ്റെ ഒരു പാചകക്കാരിയായിട്ട് അവർ വന്നതാണ്. അവർ വന്നപ്പോൾ അന്ന് അവർക്കൊരു 60 വയസ്സിന് മേലുണ്ട്. ഈ ദിവസം കൊണ്ടിരിക്കുമ്പോൾ താക്കോൽ പിടിപ്പിക്കുകയും കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ലക്ഷണത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, ഈ ഒരു മൊഡാലിറ്റിയുടെ ഒരു പൊതു സ്വഭാവം കൊണ്ടായിരിക്കാം. തണുത്ത വെള്ളം നല്ല സാധാരണ കിട്ടുന്ന, ഞങ്ങൾക്കിന്ന് ഹാൻഡ് പമ്പായിരുന്നു, ചാമ്പുവയ്പ്പിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ തണുത്ത വെള്ളം കൊണ്ട് റിലീഫ് ചെയ്യാൻ പറ്റും. ഈ കുട്ടി ബാബുചേട്ടൻ്റെ ട്രീറ്റ് ചെയ്ത കുട്ടിയെ സംബന്ധിച്ചുള്ള ആ ലക്ഷണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കുറയും. ആൻഡ് സോ ദ മദർ സൂൺ ഗെറ്റ്സ് ഇൻ ടു ദ ഹാബിറ്റ് ഓഫ് ഹറിയിങ് ഫോർ എ ഗ്ലാസ് ഓഫ് കോൾഡ് വാട്ടർ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ അമ്മ എപ്പോഴും തയ്യാറായിരിക്കും. കുട്ടിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തണുത്ത വെള്ളം, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി ഓടും. ആൻഡ് ദ ചൈൽഡ് ഓൾസോ നോ, കുട്ടിക്കും അതറിയാം, ഇഫ് ഇറ്റ് ഹാസ് ട്രൈഡ് ഇറ്റ് വൺസ് ദാറ്റ് ദ ഗ്ലാസ് ഓഫ് കോൾഡ് വാട്ടർ വിൽ റിലീവ് ഇറ്റ്. പിന്നെ അവിടുത്തെ റെസ്പിറേറ്ററി ഓർഗൻസ് ആർ അഫക്റ്റഡ്. ദർ ഇസ് സ്പാസ്മോഡിക് ബ്രീത്തിങ് ഡിസ്നിയ. ഈ ഒരു വലിച്ചു കോച്ചലുകളും അനിയന്ത്രിത ചലനങ്ങളും ശ്വാസകോശത്തെയും തൊണ്ടയെയും അതേപോലുള്ള ശ്വസന സംബന്ധമായ ശ്വസന വ്യവസ്ഥയുടെ അവയവങ്ങളെയും മൂക്ക് മുതൽ അങ്ങോട്ട് ശ്വാസകോശത്തിൻ്റെ അടിഭാഗം വരെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ ശ്വസനവും ഈ ഷോർട്ട് ബ്രീത്ത് വല്ലാതെ ഇങ്ങനെ വലിക്കുന്ന പോലെ കണ്ടാൽ പേടിച്ചു പോകും. ശ്വാസം മുട്ടൽ, ഡിസ്നിയ ശ്വാസം മുട്ടലും അങ്ങനെ ഒരു ആസ്മാറ്റിക് കണ്ടീഷൻ പോലെയും വരാം. ദർ ഇസ് ഓൾസോ റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്. നെഞ്ചിൽ കഫം നിറഞ്ഞിട്ട് കുറുങ്ങലും ഉണ്ടാകാം. The more dyspnea there is, the more likely his thumbs will be clenched and the fingers cramped. അപ്പോൾ ഈ ശ്വാസം മുട്ടലുണ്ടാകുമ്പോൾ ഈ ഒരു ലക്ഷണം കൂടി അവിടെ വരും. ഈ കൈകളിങ്ങനെ മുറുക്കി പിടിക്കൽ, വിരലുകളും മുറുക്കി പിടിക്കൽ, അതുകൂടി ചേർന്ന് വരുന്ന ഈ ശ്വാസം മുട്ടൽ, ഷോർട്ട് ബ്രീത്ത്സ്, അവിടെയാണ് കുപ്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത്തരം അവസ്ഥകളിലൊക്കെ ഒരു ഹോമിയോപ്പാത്തിൻ്റെ ഒരു സഹായം ലഭ്യമായാൽ എത്രയോ പേരെ ജീവനിലേക്ക് രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മളിലേക്ക് ഒരു മിഷൻ, എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മിഷൻ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെയും ആളുകളെ ഹോമിയോപ്പതി പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളുടെ ഗ്രാമങ്ങളിൽ, അറ്റ്ലീസ്റ്റ് കേരളീയ ഗ്രാമങ്ങളിൽ എല്ലാ ഗ്രാമത്തിലും ഒരു റിലയബിൾ ഹോമിയോപ്പാത്സ്, വെറുതെ ഒരു ഹോമിയോപ്പാത്ത് ഉണ്ടായിപ്പോൾ സർക്കാർ ക്ലിനിക്ക് അങ്ങനെ ഒക്കെ ആരെങ്കിലും ഉണ്ടായാൽ പോരാ, നമുക്ക് ആശ്രയിക്കാവുന്ന ഇതേ ഉള്ളൊരു രോഗാവസ്ഥയിൽ ഒരു തവണ മരുന്ന് വാങ്ങിയാൽ ഒരു സമാശ്വാസം കൊടുക്കാൻ കെൽപ്പുള്ള ഒരു ഹോമിയോപ്പാത്ത് വീതമെങ്കിലും നമ്മളുടെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരിക്കണം. അത് വലിയൊരു സേവനമായിരിക്കും നമ്മുടെ സമൂഹത്തിന്. നമ്മൾ ആരോടും തർക്കിക്കാനോ വാദപ്രതിവാദത്തിനൊന്നും പോകണ്ട, നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഇത്തരം ഔഷധങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. പണ്ടത്തെ പോലെ നമ്മളൊരു ഹോം റെമഡി കിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കിറ്റൊക്കെ നമ്മൾ വീടുകളിൽ കൊടുക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ ചെന്നില്ലെങ്കിൽ ഇന്നിപ്പോൾ സെൽഫോണുള്ള സമയത്ത് എല്ലാ വീടുകളിലും തന്നെ സെൽഫോണുണ്ട്. ഞാനിപ്പോൾ സെൻസസിന് കഴിഞ്ഞ മാസം ഭാര്യയോടൊപ്പം പോയിരുന്നു. പാലക്കാട് വളരെ ഉൾഗ്രാമങ്ങളിൽ എല്ലാ വീട്ടിലും സെൽഫോൺ, ഫീച്ചർ ഫോൺ, സ്വിച്ച് ഫോണെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഹോം റെമഡി കിറ്റൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ പറ്റും, വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ പകർച്ചപ്പനികൾ, കോളറ, ഇതൊക്കെ ആയിട്ട് എത്രയോ ആളുകളാണ് മരിക്കുന്നത്. ഡെങ്കു വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ എത്രയോ പേര് മരിച്ചു. പ്രതിരോധ ഔഷധങ്ങൾ കൊടുക്കാനും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നടത്താനും സാധിക്കും.
അപ്പം അതിന് ഒക്കെ നമ്മൾ ശ്രമിക്കണം. സംഘടനകൾ, നിങ്ങളുടെയൊക്കെ ഹോമിയോപ്പതി സംഘടനകൾ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഒരു ആരോഗ്യ കേരളത്തിൻ്റെ നിർമ്മിതിയിൽ വാസ്തവത്തിൽ ഹോമിയോപാസിനാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. വളരെ ചിലവ് കുറഞ്ഞാണ്, വളരെ എളുപ്പമാണ്. വീടുകളിൽ നമുക്ക് മരുന്നുകൾ സൂക്ഷിക്കാൻ പറ്റും, ഡോക്ടർക്കാണെങ്കിലും പോയി കൊടുക്കാൻ സാധിക്കും. അപ്പം അത്തരം സർവീസുകളിൽ ഈ കുപ്രം പോലുള്ള ഔഷധങ്ങളൊക്കെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വജ്രായുധം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ആയുധമായിരിക്കും. അപ്പം അത് നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഇതിൻ്റെ നിരവധി ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.